വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി ഇന്നും നിയമസഭ. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുവാൻ ആലോചന. അന്തിമ തീരുമാനം അല്പസമയത്തിനകം ചേരുന്ന കാര്യോപദേശക സമിതിയിൽ ഉണ്ടാകും. അതേസമയം യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. പ്രതിപക്ഷത്തിന്റെ പരാതികളിൽ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, അല്പസമയത്തിനകം തന്നെ കാര്യോപദേശക സമിതി ചേരും. സഭ പിരിയുവാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇതിൽ ഈ സമിതിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേസ് നിർണായകമായ കാര്യോപദേശക സമിതി യോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് കാര്യോപദേശക സമിതി യോഗം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, LDF-ലെ വിവിധ ഘടകകക്ഷി നേതാക്കളെല്ലാം ഈ കാര്യോപദേശക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷം ഏതായാലും കാര്യോപദേശക സമിതി യോഗം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ചില ആവശ്യങ്ങൾ പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഭയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ആവശ്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാതെ ഒരു കാരണവശാലും നടപടികളുമായി സഹകരിക്കില്ല, കാര്യോപദേശക സമിതി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാത്തത്. കാര്യോപദേശക സമിതി യോഗം ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഈ യോഗത്തിൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചന സർക്കാർ തലത്തിലുണ്ട്. പക്ഷേ സ്പീക്കർ എൻ ഷംസീറിന് പൂർണ്ണമായും ആ ഒരു നീക്കത്തോട് അനുകൂല നിലപാടല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതിൽ കാര്യോപദേശക സമിതി യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എങ്കിലും കാര്യോപദേശക സമിതി യോഗത്തിൽ ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ മുൻപ് കാര്യോപദേശക സമിതി യോഗം തീരുമാനമെടുത്ത ചരിത്രവുമുണ്ട്. ഏതായാലും ഈ കാര്യോപദേശക സമിതി യോഗത്തിന് മുൻപായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എൻ ഷംസീറിനെ അദ്ദേഹത്തിന്റെ ചേംബറിലെത്തി കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായി പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനുനയത്തിന്റെ ഭാഗമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും സർക്കാർ നിലപാട് വ്യക്തമാകട്ടെ, ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ വിഷയങ്ങളിൽ ഒരു അനുനയത്തിന് വേണ്ടി അല്ലെങ്കിൽ ചർച്ചയ്ക്ക് സഹകരിക്കാം എന്നതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഏതായാലും ഏറെ ദീർഘമായ ഒരു കാര്യോപദേശക സമിതി യോഗം ആയിരിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സഭാ സമ്മേളനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സഭ പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യോപദേശക സമിതി യോഗം കഴിഞ്ഞ് അതിനുശേഷമായിരിക്കും സഭ പുനരാരംഭിക്കുക. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ പിരിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കാര്യോപദേശക സമിതി യോഗം ഇപ്പോൾ ചേരുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് സഭയിലേക്ക് വരികയാണെങ്കിൽ സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുമായാണ് രംഗത്തെത്തിയത്. നടുത്തളത്തിൽ ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഈ പരാതികളിൽ നടപടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. രൂക്ഷമായ ഒരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ വിമർശനം എന്ന് തന്നെയാണോ കരുതേണ്ടത്? പ്രതിപക്ഷ പ്രതിഷേധം ചോദ്യോത്തരവേളയിൽ തന്നെ ആരംഭിച്ച ഒരു സാഹചര്യമാണ് ഇന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭ ചേരുമ്പോൾ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധിക്കുന്ന രീതി ഇന്നും പ്രതിപക്ഷം അവലംബിക്കുകയാണ് ഉണ്ടായത്. അതിലേറ്റവും പ്രധാനം പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രതിപക്ഷ MLA-മാർക്കെതിരായ കേസാണ്. 7 MLA-മാർക്കെതിരെ 10 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കള്ളക്കേസ് ചുമത്തിയ നടപടി പിൻവലിക്കണം എന്നതാണ് പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയച്ച അതേ മാനസികാവസ്ഥയാണ് ഈ MLA-മാർക്കെതിരായ കേസിന്റെ കാര്യത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. ചോദ്യോത്തരവേള ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയം സഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ചേർത്തൊപ്പം തന്നെ ഈ സമവായ ശ്രമത്തിനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പാർലമെന്ററി കാര്യമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത്തരത്തിൽ സമവായത്തിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അണിയറയിൽ. പക്ഷേ ഇത്തരത്തിലൊരു കൃത്യമായ ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. ഈ ആവശ്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ സഭാ നടപടികളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സഭാ നടപടികളുമായി പൊരുത്തപ്പെടുവാനുള്ള ബുദ്ധിമുട്ട് പ്രതിപക്ഷം അറിയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രക്ഷുബ്ധമാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്?
ഗീസ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ആവശ്യത്തിൽ ഒരു ഇളവ് അല്ലെങ്കിൽ ആ ആവശ്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിക്കാതെ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അടിയന്തര പ്രമേയം പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്. ആ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യത്തിൽ അത് പരിഗണിക്കാതെ തുടർച്ചയായി തള്ളുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഈ MLA-മാർക്കെതിരെ എടുത്ത കേസ് നിയമസഭയിൽ സ്പീക്കർക്കെതിരായി സ്വാഭാവികമായി നടത്തിയ ഒരു പ്രതിഷേധ സമരം, ആ സമരത്തിനെതിരെ ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് അത് പ്രതിപക്ഷ MLA-മാർക്കെതിരായ ഒരു വേട്ടയാടലായി കാണുകയാണ് പ്രതിപക്ഷം. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ കാര്യങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, കേസുകൾ പിൻവലിക്കുക, അതോടൊപ്പം തന്നെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുവദിക്കുക, ഈ ആവശ്യത്തിൽ ഒരു കാരണവശാലും പിറകോട്ട് പോകാനാകില്ല എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നു. ആ ഒരു ആവശ്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കാതെ ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സഭാ നടപടികൾ സുഗമമായി ഒരു കാരണവശാലും മുന്നോട്ട് പോവുകയും ചെയ്യില്ല. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇന്നും അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം ലോ കോളേജിൽ നടന്ന പ്രതിഷേധമാണ് അടിയന്തരമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിഷയമാക്കിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പറയണമെന്ന ആവശ്യമാണ് ഇന്ന് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഗീസ്, ഇന്നും മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമാണ് അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം നൽകിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഓരോ ദിവസവും പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരുന്നു. ഇന്നും തിരുവനന്തപുരം ലോ കോളേജിൽ SFI പ്രവർത്തകർ അധ്യാപകരെ പൂട്ടിയിട്ട വിഷയമാണ് അടിയന്തര പ്രമേയ നോട്ടീസായി നൽകിയത്. ഈ 21 അധ്യാപകരെയാണ് 10 മണിക്കൂറോളം വെള്ളവും ഭക്ഷണവും നൽകാതെ SFI പ്രവർത്തകർ പൂട്ടിയിട്ടത്. ഈ വിഷയം മൂലം, ഈ ഒരു നടപടി മൂലം അധ്യാപകർക്കുണ്ടായ ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഏതായാലും ചോദ്യോത്തരവേള നേരത്തെ തന്നെ അവസാനിപ്പിച്ച ഒരു സാഹചര്യത്തിൽ, നേരത്തെ 9:30 തന്നെ സഭ താൽക്കാലികമായി പിരിഞ്ഞ സാഹചര്യത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് പരിഗണനയ്ക്ക് വന്നില്ല. വ്യക്തമാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നും മുങ്ങിയിരിക്കുകയാണ്. പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുവാനുള്ള ആലോചനയുണ്ട്. എന്നാൽ സ്പീക്കർ ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമ തീരുമാനം അല്പസമയത്തിനകം ചേർന്നുകൊണ്ടിരിക്കുന്ന കാര്യോപദേശക സമിതിയിൽ ഉണ്ടായേക്കും. അതേസമയം യോഗത്തിൽ പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണ്, പങ്കെടുക്കുന്നില്ല. പ്രതിപക്ഷത്തിന്റെ പരാതികളിൽ നടപടിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ശരത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.